ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് വ്ളോഗ് ആവോ ഇല്ലതൊന്നും അറിയില്ല. ഉത്തരവാദി ജഫ്രിനാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ കല്യാണമാണ് ഇന്ന്. സോ ഹർ സിസ്റ്റർ കോൾഡ് us ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ഒന്ന് വിഷ് ചെയ്യാവോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിഷസ് ഒക്കെ അയച്ചു കൊടുത്തു. പക്ഷേ നമ്മുടെ അടുത്ത് തന്നെയാണ്. ആക്ച്വലി ഇത് എനിക്കൊന്ന് കുമരകത്തം കണ്ടായിരുന്നു ഫസ്റ്റ്, പിന്നെ പെട്ടെന്ന് എറണാകുളത്തായെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തായിരുന്നു. സോ വി ജസ്റ്റ് തോട്ട് വിൽ ഗിവ് എ വിസിറ്റ്. നമ്മൾ കല്യാണത്തിന് വിളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് പോവാണ്. അപ്പോ വരാൻ പറഞ്ഞപ്പോ നമ്മള് ജസ്റ്റ് വരാന്ന് പറഞ്ഞു. ഇനിയിപ്പോ അവിടെ പോയിട്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പറയാം സോറി സ്ഥലം മാറി വന്നതാണെന്ന്. ഒരുമിച്ച് വന്നോണം. ഇങ്ങനെയാണ് എന്നെ ഫോഴ്സ് ചെയ്ത് നല്ലതായിരിക്കും, അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നൊക്കെ. ഇത് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടാ, സത്യം. ഒരു കാര്യം ഞാൻ ഇവിടെ ഇരുന്നോളാം, പോയിട്ട് നടന്നേ. അപ്പൊ അകത്ത് പോയിട്ട് എന്താ സംഭവം നോക്കിട്ട് വീഡിയോ എടുത്താൽ മതി. അത് മതി കട്ട് ചെയ്തോ. ചോദിച്ചിട്ട് ഞാൻ ചോദിക്കൂല ചോദിക്കില്ല. ഞാൻ തിരിച്ചു അവര് ഗോകുലം മറ്റേ കുമരകത്താക്കിയല്ലോ. ആണോ? അല്ല അത് കുഴപ്പമൊന്നും ചോദിച്ചോ. ഇതിലും അല്ലേ ഇതിനൊക്കെ ബെറ്റർ. കമോൺ. അതെ, എന്തായാലും കല്യാണം ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്, കാരണം ഫുഡ് വെളിയിലുണ്ട്. ആരാണെന്നും കൂടെ അറിഞ്ഞാൽ മതി. അറിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. എന്ന് വിളിക്കാത്ത എല്ലായിടത്തും പോകാൻ പാടില്ലേ? അല്ല അങ്ങനെയല്ല, എന്നാലും ജാനറ്റ് എന്നാണ് കുട്ടിയുടെ പേര്. നമുക്ക് ആദ്യമേ വെളിയിൽ ചോദിക്കാം ജാനറ്റിന്റെ കല്യാണം തന്നെ അല്ലേ എന്ന്. അല്ലേ? അതെ ചോദിച്ചിട്ടോ. ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഗെയിംസ് ഒക്കെയാണ്. ആണല്ലോ, അന്ന് ഞാൻ എനിക്ക് ഗെയിംസ് ഇഷ്ടമല്ല. അടിപൊളി സെറ്റിംഗ് ആണല്ലോ. നേരെ ബാക്കോട്ട് റമഡയാണ്. എന്താ നമ്മള് ചെയ്യണ്ടേ? ഇത് തന്നെയല്ലേ? എങ്ങനെ അറിയാം? ഇവിടെ ബോർഡൊന്നും ഇല്ലല്ലോ. സാധാരണ ചെറുക്കന്റെ പെണ്ണിന്റെ പേരൊക്കെ എഴുതി വെക്കുന്നതല്ലേ. കാറ് മാത്രം ഉണ്ട്. കറക്റ്റ് അല്ലേ? ഇവർക്ക് നമ്മൾ അറിയോന്ന് അറിയില്ല, അതാണ് അടുത്ത കാര്യം. ആദ്യം ഒന്ന് പോയി നോക്ക്. ഞാൻ നോക്കൂല. എന്നെ അറിയാമെങ്കിൽ ജഫറിനെ അറിയാം. ഇല്ല അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എന്ത് ചെയ്യണം? ഡാൻസ്, ഫസ്റ്റ് ഡാൻസ്. പിന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കല്ലോ ഇപ്പൊ. അങ്ങനെയല്ല, ജഫ്രി ഡാൻസ് ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെ കളിക്കണം എന്ന്. ഇപ്പൊ ഇങ്ങനെ കണ്ടാ മതി. അതെ, ഒരു കാര്യം ചെയ്യാം. നമ്മൾ ടർക്കി കൊണ്ടുവന്ന ഈവിളായി ഉണ്ട്, അതുകൊണ്ട് ഗിഫ്റ്റ് ആയിട്ട് എന്തായാലും കൊടുക്കാം. നമ്മളെ അറിയാലും ഇല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാമല്ലോ. അതായിരിക്കും ബെസ്റ്റ് ഐഡിയ അല്ലേ? വീഡിയോ എടുത്തോളാം. ഹാപ്പി, ഭയങ്കര ഹാപ്പി. ഷീസ് ലുക്കിംഗ് വെരി പ്രിറ്റി. അതെ, ഫോട്ടോ എടുത്തവർക്ക് ഒരു ക്യാൻഡിൽ ഉണ്ട്. ആണോ? ഞാൻ എടുത്തോളാം. ചേച്ചിയാണ്, ബ്രൈഡിന്റെ ചേച്ചിയാണ് വിളിച്ചത്. അപ്പോഴാണ്
ഇപ്പഴാ സമാധാനമായത്. ആന്റിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് സന്തോഷം വേണ്ടേ? അപ്പൊ നമ്മുടെ സന്തോഷമാണല്ലോ രണ്ടാമത്. മാറി അവിടെ കല്യാണമാണ്, നമുക്ക് മാറി കാരണം ഫുഡ് എന്തൊക്കെയാണ് കാണിക്കേണ്ടത്. അടിപൊളി ഫുഡാണ്. അതെ, ഇവര് ഭയങ്കര ഫുഡീസ് ആണ്. ടർക്കി പോവാൻ പ്ലാൻ ഉണ്ടെന്ന്. പിന്നെ ബാംഗ്ലൂരാണ്. അപ്പൊ അടുത്ത അവിടെ പോകുമ്പോ എന്തായാലും നമ്മള് ആന്റിയുടെ ഒക്കെ വീട്ടിൽ പോകും. വിളിച്ചില്ലെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ പോകും. അപ്പൊ ഫുഡ് ഇവിടുത്തെ അടിപൊളിയായിരിക്കും. നമുക്ക് എന്തൊക്കെയാ ഫുഡ് കൂടെ നോക്കി അതും കൂടെ നോക്കിയിട്ട് വിടാല്ല, പതുക്കെ ഇറങ്ങാം. എല്ലാം കൂടെ കുറച്ച് മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ, ഇനി എടുക്കാനുണ്ട്. റഷ്യൻ സാലഡ് ഉണ്ട്, തന്തൂരി ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, അപ്പം ഉണ്ട്. പിന്നെന്താ അടിപൊളിയാണോ? ആ തന്തൂരി ചാട്ടൊക്കെ നോക്കട്ടെ എങ്ങനെയുണ്ട്. ഏത് ഇതല്ലേ? ആ അടിപൊളിയാ. തന്തൂരി ചാട്ടാണ്, തന്തൂരി ചിക്കൻ സാലഡ്. അടിപൊളിയല്ലേ? നല്ല സ്പൈസി സാലഡ്, പെർഫെക്റ്റ് സ്റ്റാർട്ടർ. അടിപൊളി. ഇത് റഷ്യൻ സാലഡ്, നല്ല ക്രീമി പൊട്ടാറ്റോ, ഗ്രീൻ പീസ്. സാധാരണ നല്ല റഷ്യൻ സാലഡ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് ഫുഡിന്. പിന്നെ ബീഫ് നമ്മുടെ കേരള സ്റ്റൈൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫാണ്. ഇതിന്റെ സങ്കടമുള്ള കാര്യം എന്താ അറിയോ? ബ്രൈഡ് ആൻഡ് ഗ്രൂം കഴിക്കുമ്പോ ഭയങ്കര ലേറ്റ് ആവും. അവര് വിശന്നിരിക്കുമായിരിക്കുമല്ലോ. ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കല്യാണത്തിന് സദ്യയായിരുന്നു. ഇങ്ങനത്തെ ഫുഡാണെങ്കിൽ ഞാൻ കല്യാണത്തിന് മറ്റേ ഫോട്ടോഷൂട്ടിനൊക്കെ എടുത്ത് ചാടിപ്പോ ഇത് കഴിച്ചാല്. അതുകൊണ്ട് എനിക്ക് ഇത്ര ലേറ്റ് ആകുന്നത് ഞാൻ കേട്ടാത്തത്. ആ നന്നായി. എങ്ങനെയുണ്ട്? ബാക്കിയുള്ളവരുടെ കല്യാണത്തിന് പോയാൽ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാമല്ലോ. ഓ ബീഫ് അടിപൊളി, ബീഫ് അടിപൊളി. ഇനി എന്നെ കഴിക്കാൻ സമ്മതിക്കുവോ? ഇല്ല, ഇത് പറഞ്ഞു തീർക്കണം. നല്ല കോക്കനട്ട് ഓയിലൊക്കെ ഫ്രൈ ചെയ്ത അടിപൊളി ബീഫാണ്. തേങ്ങ കൊത്തിട്ട് നാടൻ ബീഫ്, തട്ടുകട ബീഫ്. ഇനി കുറച്ച് അപ്പം, നല്ല നാടൻ ചിക്കൻ കറി. ഇവരെന്താ നന്നായി ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? വെറുതെ കുറെ ചൈനീസ്, കുറെ കോണ്ടിനെന്റൽ മിക്സ് ആക്കിയിട്ടൊന്നും ഇല്ല. ബിരിയാണിയും പിന്നെ നല്ല നാടൻ ഫുഡ്. അതുകൊണ്ട് കഴിക്കാൻ നല്ലൊരു ഫ്ലോ ഉണ്ട് അല്ലേ ജെഫ്രി? ബാക്കിലുള്ള വെള്ളം ഒഴുകുന്ന പോലെ തന്നെ, ബാക്കിൽ കടലാണ്, അത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നല്ല ഫ്ലോയിലാണ് ഫുഡ് പോകുന്നത്. അടിപൊളി അടിപൊളി. ഏറ്റവും ഭംഗിയുള്ള ഡിഷ് എനിക്ക് തലശ്ശേരി ബിരിയാണിയാണ്. ഞാൻ എപ്പോഴെങ്കിലും ഡെഫിനറ്റ്ലി തലശ്ശേരി വരും ഫുഡ് ബ്ലോഗിന് വേണ്ടി മാത്രം. മട്ടൻ ബിരിയാണി കാണുമ്പോ തന്നെ ഇതിന്റെ ടേസ്റ്റ് അറിയാം. ഭയങ്കര ലുക്ക് അല്ലേ ബിരിയാണി? അടിപൊളി ബിരിയാണി. കുറച്ച് വീറ്റ് പൊറോട്ട എടുത്തിട്ടുണ്ട്, ആലപ്പി ഫിഷ് കറിയും ബീഫും. ഇതില് കശുവണ്ടി ഉണ്ട്, കിസ്മിസ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. അല്ലേ? നീ എടുക്കേണ്ടി വരുമോ? ആണല്ലേ? ഇതിന്റെ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഇത് ആ മീറ്റിന്റെ ക്വാളിറ്റി തന്നെ അറിയാലോ. അതുപോലെ തന്നെ അടിപൊളിയാണ് ബീഫും കണ്ടോ, നല്ല വറുത്ത് സോഫ്റ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഫിഷും അടിപൊളിയാണ്. ഫിഷുവിന്റെ ആയിരിക്കുമല്ലോ, ഫ്രഷ് ഫിഷാ. നമുക്ക് ആദ്യമേ ബിരിയാണി തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഫിഷും പൊറോട്ടയിലും തുടങ്ങാം. ഫിഷ് കറി പൊറോട്ട, ഫിഷ് കറിയും പൊറോട്ടയും തുടങ്ങാം. നല്ല തേങ്ങയുടെ ടേസ്റ്റും ആ ഫിഷിന്റെ ഫ്രഷ്നെസ്സും അടിപൊളി. പക്ഷെ ഇന്നിവിടെ പറ്റിയെന്താ അറിയോ? പ്ലെയിൻ റൈസാണ്. പ്ലെയിൻ റൈസ് മീൻ കറി ആണെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇനി നമ്മുടെ മെയിൻ മട്ടൻ ബിരിയാണി. അടിപൊളി, ഒന്നും പറയില്ല. പിന്നെ ആകെക്കൂടെയുള്ള വിഷമം ജെസ്സി അവിടെ കഴിക്കാതിരിക്കുന്നതാണ്. മിക്കവാറും ഇതൊക്കെ കഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. എല്ലാവരും ഡബിൾ സെർവിംഗ് ഒക്കെ എടുക്കുന്നത്, അത്രയും ടേസ്റ്റ് ആണ്. അതെ, ഡെസേർട്ട് ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് കഴിക്കാൻ വിചാരിച്ചു. എനിക്കൊന്ന് വെഡിങ് ഒരു ഇതിനെക്കാട്ടി നല്ലൊരു ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. അത് നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം എന്ത് ഭംഗിയാണ്. ഞാൻ ജസ്റ്റ് നല്ല മധുരമുള്ള ഡെസേർട്ടും നല്ല മധുരമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കണമല്ലോ, അതുകൊണ്ട് വന്നാൽ ജിലേബി. നിങ്ങൾ സാധാരണ ജിലേബി ഇങ്ങനെ കഴിക്കരുത്. നല്ല ക്രിസ്പി മഞ്ഞ ജിലേബി വനില ഐസ്ക്രീമിൽ മുക്കി കഴിക്കണം. അടിപൊളി. ഇപ്പൊ വറുത്തെടുത്തോളേ. ഓഫ്, ജെഫ്രിൻ ചോക്ലേറ്റ് എടുത്തില്ല കേട്ടാ. ഇനി ചോക്ലേറ്റ് ബ്രൗണി, വാൾനട്ട് ആണ്. അടിപൊളി. ഇതുണ്ടാ
അകത്തൊക്കെ ചോക്ലേറ്റാണ്. സോ ഇറ്റ്സ് ലൈക്ക് എ പ്രോപ്പർ റിച്ച് ഡെൻസ് ചോക്ലേറ്റ് ബ്രൗണി വിത്ത് സം വനില ഐസ്ക്രീം. എല്ലാ ഫുഡ് അടിപൊളിയായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അത് ടെൻഡർ കോക്കനട്ട് ജെഫ്രിയുടെയും പ്രിയയുടെ ഒക്കെ ഫേവറേറ്റാ. കണ്ട എന്റെ കയ്യിലിങ്ങനെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ഏരിയ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് അവരോട് പറഞ്ഞിട്ട് ഇറങ്ങുന്നതായിരിക്കും. ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ക്രാഷിംഗ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. അടിപൊളിയല്ലേ? അടിപൊളി. ഇത് ഒരുപാട് പടങ്ങളിലുണ്ട്. നിങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടറിയാം. ഇപ്പൊ ഡ്രോൺ ഉണ്ടെങ്കിൽ ഞാൻ ഡ്രോൺ എടുത്ത് ഷൂട്ട് ചെയ്ത് തരാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിലും കാലിൽ തൊട്ടടുത്താണ്. എനിക്കൊന്ന് ഇതും ഹയാത്തും മാത്രമേ ഉള്ളൂ തോന്നുന്നല്ലേ. താജും ഉണ്ട്, താജ് മലബാർ. ഞാനിവിടെ ഫസ്റ്റ് ടൈമാ. ഞാനും ഫസ്റ്റ് ടൈം. അല്ല, ഞാൻ സെക്കൻഡ് ടൈമാ. അപ്പൊ നമുക്ക് പതുക്കെ ഇറങ്ങിയാലോ? പതുക്കെ ഇറങ്ങാം. പക്ഷെ ഇവിടെ ഇരിക്കാനൊക്കെ അടിപൊളി. നമുക്ക് ഒരു ദിവസം വന്ന് താമസിക്കാം. സ്റ്റേക്കേഷന് പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു ദിവസം താമസിക്കാൻ പറ്റിയ സ്ഥലം. ബീച്ച് നമ്മുടെ അടുത്തുമല്ലേ? പൂളിൽ കിടന്ന് ആർമാദിക്കാം. പൂളും ചെറിയ ബ്രിഡ്ജൊക്കെ ഉണ്ട്. കണ്ടോ? നീന്തോ? അടുത്ത തള്ളു തള്ളി ഞാൻ വെള്ളത്തിൽ വീഴുവോ? ഇത് കണ്ട പൂള് വലുതാണ്. അത് തന്നെ അവിടെ പാലമൊക്കെ വെച്ച് ശരിക്കും ഒരു കുമരകം ലേക്ക് റിസോർട്ടിനൊക്കെ രീതിയിലുള്ള പൂളാന്ന് തോന്നുന്നു. അതുമായിട്ട് നമുക്കൊരു കോമ്പറ്റീഷൻ വെക്കാം. എന്താ നീന്താനല്ലേ? അതിന്റെ കാലൊന്ന് ശരിയാവട്ടെ. പറയാ അല്ലെങ്കിൽ പറയും കാലിന്റെ പ്രശ്നമാണ്. 4 മണിയായോ? 3:49 ഇപ്പളാ കഴിക്കാൻ പോകുന്നത് ചെറുക്കനും പെണ്ണും. ഇതാണ് കല്യാണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് ഞാൻ മനസ്സിലായി. മോനല്ലേ അമ്പതം. പിന്നെ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്ര ഓട്ടം. ഇപ്പൊ ഭയങ്കര ആക്റ്റീവാ. വേദന പോലെയോ? കണ്ടോണ്ടിരിക്കല്ലേ? അതെ അതെ. ഞങ്ങൾ പറയാതെ ഏറ്റവും കല്യാണത്തിന് പാടിയതാണ് 4 മണിയാവും ഫുഡ് കഴിക്കാൻ. അവിടെ ഞാൻ ഹാറി പ്ലീസ്. മാച്ച് മെയ്ഡിനാണ്. അപ്പോൾ യു ഗൈസ് വിസിറ്റ് ടർക്കി. ഓക്കെ, എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ആക്ച്വലി ഐ ഗൈഡ് യു ത്രൂ ഫൺ പ്ലേസ് ടു ഗോ. ഹണിമൂൺ ആണെങ്കിൽ പറ്റിയ സ്ഥലമാണ്. ഇനി ഞാൻ പ്ലാൻ എന്തെങ്കിലും പോകുന്നുണ്ടോ? പ്ലാൻ ചെയ്യില്ല. ഈ കേരളം പോയി കഴിഞ്ഞാൽ സത്താവും. ചിലപ്പോൾ ഹണിമൂൺ ഒരു വർഷമായി പോകും. ഓക്കെ, സോ നൈസ്. ഓക്കെ, ബാംഗ്ലൂർ വരുമ്പോൾ മെസ്സേജ് ചെയ്തോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അത് ഒരെണ്ണം ജെഫറിന് വേണ്ടാന്ന് കേട്ടോ. അപ്പൊ ഞാനാണ് റിട്ടേൺ ഗിഫ്റ്റ് എടുത്തത്. എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങളൊരു വെഡിങ് ഫസ്റ്റ് വെഡിങ് ക്രാഷിംഗ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം ഭയങ്കര പേടി. ആർക്ക്? എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ദിലീപിനോട് മാസ്ക് വരാൻ പറഞ്ഞു. ആരെങ്കിലും അറിയുവാണെങ്കിൽ ഇത് ഇങ്ങനെ സർപ്രൈസ് ആക്കി വെച്ചേക്കായിരുന്നു. അതിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരെ കാണിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു സർപ്രൈസ് ആവില്ല. അതെ, അല്ലെങ്കിൽ അതുവരെ പേടിയായിരുന്നു. ചവിട്ടി പുറത്താക്കും. അല്ലെ, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അത് മാത്രല്ല, നേരിട്ട് ഫസ്റ്റ് തന്നെ കയറുമ്പോ തന്നെ നല്ല ഫുഡായിരുന്നു. മണം. അത് ഫുഡ് പ്രത്യേകിച്ച് എടുത്ത് പറയണേ. എന്തായാലും ഹോപ്പ്ഫുള്ളി ഇനി നമ്മൾ ആന്റിയുടെ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ആന്റിന്റെ വീട്ടിൽ പോയി വിസിറ്റ് ചെയ്യും. ആന്റി പറഞ്ഞിരിക്കുന്നത് ആന്റി ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്നൊക്കെയാണ്. ഭയങ്കര ഫുഡീസ് ആണ് എല്ലാവരും. സോ നമുക്ക് ഈ ട്രാവലിംഗ് ഇഷ്ടമാണ്. സോ നമുക്ക് പറ്റിയ ഗ്യാങ് തന്നെയാണ്. എന്തായാലും വിഷിംഗ് ദം എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. ആൻഡ് ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ പറ്റിയതില്. അല്ലെ, ഭയങ്കര ഹ്യൂമിഡിറ്റി. ടർക്കിയിലേക്ക് തിരിച്ചു പോയാലോ? അതെ. അപ്പൊ എന്തായാലും ഇനിയും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ വ്ളോഗ്സ് ആയിട്ടും ചിലപ്പോൾ വരും. വലിയ വലിയ വ്ളോഗ്സിന്റെ ഇടയിൽ കുറച്ച് ചെറിയ ചെറിയ വ്ളോഗ്സും വേണമല്ലോ. അല്ലെ, ചെറിയ വ്ളോഗ് അല്ലാട്ടെ, ഇത് ഇവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മൂവ്മെന്റിൽ ഒരു പാട്ടാകാൻ പറ്റിയത് തന്നെ നമുക്കൊരു സന്തോഷം തന്നെയാണ്. അതെ. പിസ്സ കൊടുത്തത് ഓക്കെ, പക്ഷെ ഇതിവരുടെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ മൂവ്മെന്റ് അല്ലേ? അതിൽ നമുക്കൊരു ഭാഗമാകാൻ പറ്റിയത് വലിയ കാര്യം തന്നെയാണ്. തരാം ഡെഫിനറ്റ്ലി തരാം. ഒന്നല്ല, കുറെ സർപ്രൈസ് തരാം. ഞാൻ മിക്കവാറും നമ്മുടെ ഫുൾ OHF 2.5 ലക്ഷം, അന്ന് 3 ലക്ഷം, 5 ലക്ഷം, എത്ര പേരാണെങ്കിൽ എല്ലാരും അന്ന് 1 മില്യൺ ആൾക്കാരായിട്ടായിരിക്കും വരുന്ന കല്യാണത്തിന്. അതൊക്കെ റെഡിയാക്കി കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാണ്. ഇനി നമ്മൾ കുറെ അടിപൊളി വ്ളോഗ്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബൈ ബൈ.